ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഗ്രിഡ് മേക്കർ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് 2 ഭാഗമൊക്കെ ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞ കുറച്ച് സ്പീഡ് കൂടിപ്പോയി എന്നൊക്കെ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ കൂടെ ഫുള്ളായിട്ട്, അതായത് ഈ ഒരു വീഡിയോ കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ട്യൂട്ടോറിയൽ വീഡിയോസ് കാണേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ ഫുള്ളായിട്ട് തന്നെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ കയറി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കൂടുതലും ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചുള്ള ഡ്രോയിങ് ആണ് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ വരയ്ക്കാൻ പറ്റും ആ രീതിയിലാണ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി ടാബിൽ. അതിൻ്റെ അകത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന 2 കാര്യമായിരുന്നു. നമ്മൾ ഏത് മെത്തേഡാണ് നമുക്ക് എളുപ്പം ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഗ്രിഡ് മെത്തേഡെന്നും ഒന്ന് ഫ്രീ ഹാൻഡെന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രിഡ് മെത്തേഡ് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ ഔട്ട്ലൈൻ ചെയ്യാൻ എല്ലാവരും യൂസ് ചെയ്യുന്ന ഗ്രിഡ് മെത്തേഡ് തന്നെയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനും അതെ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് എളുപ്പമാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇതിനൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഡ്രോയിങ് ഗ്രിഡ് മേക്കർ എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിവിടെ ഇൻസ്റ്റാൾ കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം വേറെയും ഗ്രിഡ് മേക്കർ ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നേരത്തെ തൊട്ട് യൂസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷൻ ഇതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ എടുത്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ കാണുക. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അവിടെ മുകളിൽ ഇടത് ഭാഗത്ത് കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ഡയറക്റ്റ് പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ ഗ്യാലറിയിലേക്കായിരിക്കും. അവിടുന്ന് ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോട്ടോൻ്റെ അത് കൊടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇത് നമുക്ക് 5 കോളംസ് വെച്ചോ ഇതിൻ്റെ അത് കാണിക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ ഏത് ഫോട്ടോ കൊടുത്താലും തുടക്കത്തിൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. അപ്പോൾ അവിടെ നമുക്ക് മാറ്റിയെടുക്കണം. നമുക്ക് എത്ര കോളംസ് വേണമെന്ന് വെച്ചാൽ അവിടെ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുമ്പോഴാണ് നമുക്ക് റെഡി ആയിട്ട് കിട്ടുന്ന ഫോട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ 3 ലൈൻസ് കാണുന്നില്ല, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണ് കൊടുക്കണമെന്ന് വെച്ചാൽ അവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ ഞാൻ സാറിന് 8 കൊടുക്കാറ്. നമുക്ക് A4 ഞാൻ വരയ്ക്കുന്നത് 8 കോളംസാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ നമുക്ക് ഇവിടെ 8 എന്ന് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് A4 വരയ്ക്കുന്നെങ്കിൽ നിങ്ങളും ഈ ഒരു നമ്പർ തന്നെ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിങ്ങനെയായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടെ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് SQ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ കോളംസ് കറക്റ്റ് ഈക്വലായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരെയല്ലോ ഒരു കോളംസ് സമചതുരമല്ല കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ SQ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമചതുരത്തിൽ കിട്ടും, കറക്റ്റായിട്ട് കോളംസ് കിട്ടും. അപ്പോൾ ഇപ്പോൾ നോക്കുക, നമുക്ക് മുകളിൽ നിന്ന് വലത്തേക്ക് 7 ബോക്സും താഴേക്ക് 8 ബോക്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാറിന് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഈ ഒരു കോളംസ് ഇങ്ങനെയാണ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് A4 ഫുള്ളായിട്ട് വരയ്ക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഈ ഒരു രീതിയിൽ എടുത്താൽ മതി കോളംസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് മാറ്റം വരുത്താറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിപ്പം ബ്ലാക്ക് ലൈൻസ് അല്ല വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മുടിയൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കും ബ്ലാക്ക് ലൈൻസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഭാഗങ്ങളൊന്ന് കാണാൻ പറ്റിയെന്നാവും, ആ ലൈൻസ് കാണാൻ പറ്റിയെന്നാവും. അപ്പോൾ നമുക്ക് ലൈൻസ് കണ്ടാലല്ലേ നമുക്ക് ഓരോ ബോക്സിന് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ലൈൻസിൻ്റെ കളർ മാറ്റുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മുകളിൽ കാണുന്ന കളർ പോലെ ഓപ്ഷൻ കാണുന്നില്ലേ വട്ടത്തിൽ, അപ്പോൾ ആ ഒരു ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ 3 ലൈൻസ് കാണിക്കും. അപ്പോൾ അതിൽ ഈ പൊട്ട് പോലെ കാണുന്ന ഈ സംഭവമില്ലേ, ഇതിൽ പിടിച്ചിങ്ങോട്ട് വലിച്ച് കഴിയുമ്പോഴത്തേക്കും സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ കളറും ഉണ്ടോ അവിടെ മാറിയിരുന്നുണ്ടോ, ആ കളർ മാറുന്നത് നമ്മുടെ ലൈനിൻ്റെ കളറാണ് മാറുന്നത്. അപ്പോൾ നമുക്ക് അത് ഏത് കളറാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം. ഞാൻ സാറിന് ഒരു ഗ്രീൻ പോലത്തെ കളറാണ് എടുക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തിട്ട് നിങ്ങൾ അവിടെ ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ലൈൻസിന് ആ ഒരു കളർ വരും. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ബ്ലാക്ക് മാറിയിട്ട് ഗ്രീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സൂം ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മുടിയുടെ കോളംസൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ അങ്ങനെ കളർ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നമുക്ക് മാറ്റം വരുത്താനുണ്ട്. ഇപ്പോൾ ഈ ലൈൻസിന് നല്ല കട്ടിയല്ലേ, അതായത് നമുക്ക് ചിലർ പറയാറുണ്ട് ഒരുപാട് കട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലൈനിൻ്റെ ആ സൈഡിലുള്ള ഭാഗങ്ങൾ കാണാൻ പറ്റത്തില്ല വരയ്ക്കാൻ വേണ്ടിയിട്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലൈനിൻ്റെ കട്ടി കുറയ്ക്കാൻ പറ്റും.
അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ കാണുന്ന ഈ ഓപ്ഷൻ ഇല്ലേ, ഇപ്പോൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ നമുക്ക് ഫോട്ടോ സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കണ്ണിൻ്റെ ഒക്കെ ഭാഗം നമുക്ക് ലൈൻസ് കട്ടി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ട് വരും വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ടി കുറച്ചാണെങ്കിൽ നമുക്ക് ആ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഈ ലൈൻ പോലെ കാണുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ സാധാരണ 4 ഉണ്ടാവുക. അത് നമുക്ക് മാറ്റിയിട്ട് 1 എന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ 1 എന്ന് കൊടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കട്ടി കുറച്ച ലൈനാണ് അവിടെ വരിക. ലൈനിൻ്റെ കട്ടി കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ഭാഗം നല്ല നോക്കി വരയ്ക്കാൻ പറ്റില്ലേ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനി നമുക്കവിടെ നമ്പർ മാറ്റി ഒന്ന് നോക്കാം. നമ്പർ മാറ്റുന്നതനുസരിച്ച് അവിടെ കട്ടി കൂടും, അതേ ഉള്ളൂ. നമ്മൾ ഏറ്റവും കുറഞ്ഞ നമ്പറാണ് കൊടുത്ത് 1 കൊടുത്തിട്ട് മോക്ക് കൊടുത്തപ്പം നമുക്ക് ഏറ്റവും കട്ടി കുറച്ചുള്ള ലൈൻസാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവിടെ കൂട്ടിയും വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് 2 എന്ന് കൊടുത്തിട്ട് നോക്കി കൊടുത്ത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ ലൈൻസിന് കട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ലൈൻസിൻ്റെ കട്ടി കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ സാധാരണ ഉണ്ടാവുക 4 അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരുന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ചൂസ് ചെയ്യുക. കട്ടി കുറച്ചാണെങ്കിൽ അങ്ങനെ, കട്ടി കൂട്ടി നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ 1 കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടി വരുന്നുണ്ട്. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ നല്ല കട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾ മാക്സിമം നിങ്ങൾ വരയ്ക്കുമ്പം 1 ഇട്ട് വരച്ചാൽ മതിയായിരിക്കും. കുറച്ചുകൂടെ നമ്മൾ ലൈൻസ് കട്ടി കുറയ്ക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് കണ്ട് വരയ്ക്കാൻ പറ്റുന്ന രീതി അതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ, അതായത് നമുക്ക് ഈ രീതിയിൽ ഗ്രിഡ് ലൈൻസ് ഇട്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ വേറൊരു ഓപ്ഷനുണ്ട്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് അത് DI എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിൻ്റെ കിടപ്പുണ്ട്. അതായത് നമ്മൾ SQ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ, അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് കിടപ്പുണ്ട്, വലത് സൈഡിൽ കിടക്കുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ലൈൻസ് കൂടുതൽ വരയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വേറെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും ലൈൻസ് കുറച്ചുകൂടെ കോണോട് കോണ് ചേർത്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക്, അതായത് ആദ്യം നമ്മൾ ആദ്യം കണ്ട ലൈൻസ് വരയ്ക്കുക, അതിനുശേഷം ഈ ഒരു രീതിയിലുള്ള ലൈൻസ് വരയ്ക്കുക ക്രോസ് ആയിട്ട്. അങ്ങനെ വരച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഔട്ട്ലൈൻ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ബോക്സിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ, അതായത് ഉണ്ടാവും. അതായത് നമ്മളിപ്പം ഒരു കോളത്തിൽ തന്നെ നമുക്ക് കണ്ണ്, മൂക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്നിച്ചൊരു കോളത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം നമ്മൾ ഒരു കണ്ണ് അതിൻ്റെ ഒരു കോളത്തിൽ തന്നെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് വരയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം ആ കോളം നമ്മൾ വിഭജിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ കോളംസ് ആയിട്ട് കിട്ടിയല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വരയ്ക്കാൻ എളുപ്പമായിരിക്കും ഔട്ട്ലൈൻ. അപ്പം ആ രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സാറിന് ഇങ്ങനെ വരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യുക. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഈ മോളിൽ കാണുന്ന BW എന്ന് കാണുന്ന ഓപ്ഷൻ കണ്ടില്ലേ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റായി ചെയ്യുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ച് നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റുക. ഒത്തിരി ഷെയ്ഡിങ്ങിനെ കുറച്ചുകൂടെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുന്നതായിരിക്കും. അതേസമയം നിങ്ങൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നെങ്കിൽ ഫോട്ടോ കളറായിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. തുടക്കത്തിൽ അങ്ങനെയായിരിക്കും കുറച്ചുകൂടെ നമുക്ക് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ആ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ട്യൂട്ടറായിട്ട് നമുക്ക് ചെയ്യാം ഇങ്ങനെയൊക്കെ. അപ്പം നിങ്ങൾ സംശയങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോ സേവ് ചെയ്യണ്ടേ, സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലൊരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ കാണിക്കാം. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫോട്ടോ സേവ് ആകുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഫോട്ടോ സേവ് എന്നൊരു എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കളർ പെൻസിൽ ഡ്രോയിങ് ട്യൂട്ടോറിയലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയിട്ട് അതൊക്കെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതൊക്കെ.